ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിയിലെ ചെതലയം ഫോറസ്റ്റിലെ കാഴ്ചകളും ചേകാടിയും പിന്നെ തിരുനെല്ലി അമ്പലത്തിലെ കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ കാടിൻ്റെ നടുവിലായി മറ്റൊരു ക്ഷേത്രമുണ്ട്. അതും ഞങ്ങൾ കാണാൻ വേണ്ടി പോയിരുന്നു. അതിരാവിലെ തന്നെ ചെറിയൊരു യാത്ര ചെയ്യാൻ ഒരുങ്ങിയതിന് ശേഷം ബൈക്ക് സ്റ്റാർട്ടാക്കി നീലഗിരിയിലെ പുഞ്ചക്കൊല്ലിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. പിന്നെ താളൂർ ചെക്ക് പോസ്റ്റും കടന്ന് ബത്തേരി വഴിയാണ് പോകാൻ തീരുമാനിച്ചത്. പിന്നെ ബത്തേരിയിൽ നിന്നും നേരെ പോകുന്നത് പുൽപ്പള്ളിയിലേക്കാണ്. പുൽപ്പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല ഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പോകുമ്പോഴാണ് വഴിയോരത്ത് തന്നെ 3 ആനകൾ നിൽക്കുന്നത് കണ്ടത്. എന്തായാലും രാവിലെ തന്നെ അടിപൊളി കാഴ്ചയാണ്. പുൽപ്പള്ളി എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ചേകാടിയിലേക്കാണ് പോകുന്നത്. ചേകാടി വഴിയാണ് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ വന്ന വഴിയിൽ ചെതലയം എന്ന സ്ഥലത്തെ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളേക്കാൾ മനോഹരമായി തോന്നിയത് കുറുവാദ്വീപ് വഴി ചേകാടിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ചേകാടിയിലെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. വയൽ പ്രദേശമാണ്, എവിടെയും നെൽപ്പാടങ്ങൾ കാണാം. മാത്രമല്ല ചുറ്റും ഫോറസ്റ്റുമാണ്. ഇനി ഇവിടെ നിന്നും കാട്ടിക്കുളത്തേക്കാണ് പോകേണ്ടത്, പിന്നെ തിരുനെല്ലിക്കും. ഈ കാണുന്നത് ചേകാടിയിലെ ബ്രിഡ്ജാണ്. പിന്നെ ബ്രിഡ്ജിന് താഴെ കബനി നദിയും. ഇന്നലെ മഴ പെയ്ത് ഒന്ന് ശമിച്ചതേയുള്ളൂ, അതാണ് ഇത്രയ്ക്കും കലങ്ങിയ വെള്ളം. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം തിരുനെല്ലി അമ്പലത്തിലെത്തി. അമ്പലത്തിലേക്ക് എത്താൻ തന്നെ നല്ലൊരു കയറ്റം കയറി വേണം പോകാൻ. ഈ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി നേരെ അമ്പലത്തിലേക്ക് എത്തി. ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ അമ്പലത്തിലേക്ക് വരാൻ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. മറ്റാരുമല്ല, എൻ്റെ ഭാര്യയാണ്. പേര് സരിത എന്നാണ്. ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിറങ്ങിയപ്പോൾ മധുരമൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയാണ് കാണാൻ. അമ്പലത്തിന് ചുറ്റുമുള്ള കൽത്തൂണുകൾ കണ്ടില്ലേ, നല്ല കൊത്തുപണികളൊക്കെ എടുത്തതാണ്. പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ശീവേലി വരുന്നത്. ശീവേലി എന്ന് വെച്ചാൽ എഴുന്നള്ളത്താണ്. ആദ്യം ശീവേലി എന്ന് കേട്ടപ്പോൾ എനിക്കും മനസ്സിലായില്ല. പിന്നെ അമ്പലത്തിന് താഴെയായി കുറച്ച് അകലെ പാപനാശിനി പുഴയുണ്ട്. ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയോരത്ത് തന്നെ ഇവിടെ ഒരു കുളം കണ്ടു. ഇളം പച്ചനിറം മൂടിയ വലിയൊരു കുളം. ഇവിടെ അടുത്തായി ഒരു ശിവൻ്റെ അമ്പലമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും മഴ കാരണം ഞങ്ങൾ തിരിച്ചു വന്നു. മഴയത്ത് വീഡിയോ എടുക്കാനുമായില്ല. പിന്നീട് മഴ ചെറുതായി കുറഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് കോട്ടിട്ടു നടന്നു നേരെ പാപനാശിനി പുഴ കാണാൻ വേണ്ടി. അട്ടകളൊക്കെ ഉള്ള സ്ഥലമാണിവിടെ. ഈ ഒരു പാപനാശിനി പുഴയുടെ അടുത്തായി ഗണപതിയുടെ ഒരു പ്രതിമ കാണാം. മാത്രമല്ല പാപനാശിനി പുഴയിൽ സ്നാനം ചെയ്താൽ സകല പാവങ്ങളും ഇല്ലാതാവും എന്ന വിശ്വാസവുമുണ്ട്. ഹായ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാപനാശിനി പുഴയുടെ അടുത്താണ്. ഇപ്പോൾ നേരത്തെ തിരുനെല്ലി അമ്പലത്തിൽ പോയിട്ട് താഴേക്ക് വന്നപ്പോൾ അവിടെ ഒരു ശിവൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ട് തിരിച്ചു വരുന്ന നേരത്താണ് നല്ലൊരു മഴ പെയ്തത്. പിന്നെ മഴയത്ത് കുറച്ച് നേരം നനഞ്ഞ് പ്ലാസ്റ്റിക് ഇട്ട് ഞങ്ങളിവിടെ വന്നു പാപനാശിനി പുഴ കാണാൻ വേണ്ടി. അപ്പോൾ ചെറിയൊരു സ്ഥലമാണ്, ഇവിടെ ഫുള്ളും ഫോറസ്റ്റാണ് ചുറ്റും. തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു ഇവിടെ കാടിൻ്റെ അകത്തായി പഴയൊരു അമ്പലമുണ്ടെന്ന്. തിരിച്ചു വന്നപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ശ്രീ കാളീശ്വരി ക്ഷേത്രം എന്ന ബോർഡ് നമുക്ക് വഴിയോരത്ത് കാണാം. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ക്ഷേത്രം. അതായത് വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. കാളിദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ക്ഷേത്രം. പഴയൊരു ക്ഷേത്രമാണ്. കുറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. കല്ലുകൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്.
ഇതോടുകൂടി ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.